നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗ് നോക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ അലോട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം അവരുടെ സ്വന്തം റാങ്ക് പരിശോധിച്ച് കഴിയുമ്പോൾ അവർക്കറിയാൻ സാധിക്കും കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കിട്ടാത്ത സാഹചര്യം വരുന്ന പേരൻസും സ്റ്റുഡൻസും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള കോളേജുകളെ അഡ്മിഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എൻട്രൻസിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല. കർണാടകയിലാണെന്നുണ്ടെങ്കിൽ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സുഗമമായിട്ട് അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. കർണാടക കൂടാതെ ആന്ധ്രയിലും തെലങ്കാനയിലും അഡ്മിഷൻസിനാണെന്നുണ്ടെങ്കിൽ അവർ നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള എൻട്രൻസുകളോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ ആണെന്നുണ്ടെങ്കിൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ മെറിറ്റ് ഫീസിൽ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വക സംസ്ഥാനങ്ങളിലേക്കുള്ള അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനോ ആയിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.